ഇന്ന് നമുക്ക് പച്ച നേന്ത്രക്കായ വെച്ചിട്ട് നല്ലൊരു മോര് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കായാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരക്കപ്പ് ചെറിയ തേങ്ങ, 1/2 സ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവായതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് താളിച്ചിടാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കടുക്, 1/4 സ്പൂൺ ഉലുവ, കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് താളിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം ഇതുപോലെ തന്നെ അടച്ച് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മോര് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്